പ്ലാസ്റ്റിക്കിനെ പാടെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുകയില്ലെങ്കിലും മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഓരോ ഗവൺമെന്റുകളും ശ്രദ്ധിക്കുന്നത്. അതിനി കേരള ഗവൺമെന്റ് ആണെങ്കിലും ഇനി കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ചില ഐറ്റങ്ങളിൽ ഓൾറെഡി ബാൻ വന്നു കഴിഞ്ഞു. മൈക്രോൺസ് അനുസരിച്ചാണ് ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗുകൾ കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള നിയമം വന്നപ്പോൾ വന്ന ഐറ്റമാണ് നോൺ വൂവൻ ബാഗ്സ്. അതായത് അത് ഡീഗ്രേഡബിൾ ആണ്. ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇക്കോ ഫ്രണ്ട്ലി ആണ്. അത്തരത്തിലുള്ള ബാഗുകൾ വളരെയധികം വേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മളുടെ ഷോപ്പുകൾ മെയിൻ ഷോപ്പുകളൊക്കെ തന്നെ ആ ഒരു ബാഗിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ബിസിനസ്സിന് നല്ല ബൂമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും പ്ലാസ്റ്റിക്കിന്റെ ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്ന കടകൾ നിങ്ങൾക്ക് കാണാം. കാരണം മറ്റൊന്നുമല്ല, ഈ നോൺ വൂവൻ ബാഗുകൾക്ക് അല്പം വില കൂടുതലാണ്. അത് കടക്കാരുടെ പ്രോഫിറ്റിൽ നിന്നാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് അവർ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. പകരം പഴയ പ്ലാസ്റ്റിക് ബാഗുകൾ തന്നെ കൊടുക്കുന്ന പല കടകളുമുണ്ട്. എന്നാൽ ചെക്കിങ്ങും പിടുത്തങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ അത് താനെ നിന്നു പോകും. ഇവിടെ നമുക്ക് നോൺ വൂവൻ ബാഗുകൾക്ക് നല്ല മാർക്കറ്റാണുള്ളത്. അല്പം ശ്രമിച്ചാൽ, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു നല്ല ഇൻഡസ്ട്രി തന്നെ കെട്ടിപ്പടുക്കാൻ പറ്റും. ഇപ്പോഴും കേരളത്തിൽ വളരെ കുറച്ചു പേരെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇതാണ് നോൺ വൂവൻ ബാഗുകൾ. ഇത്തരത്തിലുള്ള പല കളറിലുള്ള ബാഗുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി മാർക്കറ്റിൽ ഇതേ രീതിയിലുള്ള ഒരുപാട് ബാഗുകൾ വരുന്നുണ്ട്. ഇത് പ്ലെയിൻ ആയിട്ടും വരുന്നുണ്ട്, കൂടാതെ പ്രിന്റ് ചെയ്തും വരുന്നുണ്ട്. ഇതിൽ പ്രിന്റ് ചെയ്തെടുക്കാം. നമുക്ക് കസ്റ്റമറുടെ നീഡ് അനുസരിച്ച് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ബാഗുകളാണ് ഇത്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ഇവിടെ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. കമന്റ് എന്താണെങ്കിലും, നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് എന്താണെങ്കിലും സഭ്യമായ ഭാഷയിൽ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. അപ്പോൾ ഈ ബാഗുകൾക്ക് മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് എന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് നോൺ വൂവൻ ബാഗുകളാണ്. ഇവിടെ നമുക്ക് ഓരോന്നിന്റെയും വില കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്ത് മുമ്പോട്ട് പോവുക. സൈസ് അനുസരിച്ചാണ് ബാഗുകൾ വരുന്നത്. ഞാൻ ഇതിന്റെ വിലയും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങാവുന്നതാണ്. ഇതാണ് ബാഗുകൾ. പല ടൈപ്പിലുള്ള ബാഗുകളുണ്ട്, പല നിറത്തിലുള്ള ബാഗുകളുണ്ട്. ഇവിടെ എല്ലാ തരത്തിലുള്ളതും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ മെഷീൻ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. മെഷീന് എന്ത് വില വരും, എവിടെ കിട്ടും, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, ഇതാണ് നമ്മൾ മുമ്പോട്ടുള്ള വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതും നമ്മളുടെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതാണ്. മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതി നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കമന്റ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മെഷീൻസ് അവൈലബിൾ ആണ്. 13.5 ലക്ഷത്തിനുണ്ട്, 13.1 ലാഖിനുണ്ട്, 12.5 ലക്ഷമുണ്ട്, 13.5 ലക്ഷം, 13 ലക്ഷം, 13.5 ലക്ഷം. ഈ ഒരു റേഞ്ച് ആണ് ഈ മെഷീൻ കൂടുതലായിട്ട് വരുന്നത്. 12.6 ലക്ഷം, 7 ലക്ഷം, 15.5 ലക്ഷം, 7.5 ലക്ഷം, 15, 13, 13.5, 12.5 ഈ ഒരു റേഞ്ച് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത്. 8 ലക്ഷത്തിന്റെ മെഷീൻ, 7.5 ലക്ഷത്തിന്റെ മെഷീൻ. അപ്പോൾ ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ മാർക്കറ്റ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്യാതെ ഇങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പാടില്ല. ഇവിടെ നമുക്ക് സെർട്ടൻ ലൈസൻസുകൾ വേണ്ടി വരും. ഒന്ന്, നമുക്ക് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ട്രേഡിംഗ് ലൈസൻസ് വേണ്ടി വരും. പിന്നെ പൊല്യൂഷന്റെ ലൈസൻസ് മസ്റ്റായിട്ട് വേണ്ട ഒരു ബിസിനസ് ആണ്. മൂന്നാമത്തെ, ഫയറിന്റെ ലൈസൻസ് മസ്റ്റായിട്ട് വേണ്ട ഒരു ബിസിനസ് ആണ്. ഇതിന് ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യാൻ കുറച്ച് സ്പേസ് അത്യാവശ്യമായിട്ട് വേണ്ടി വരും. നിങ്ങൾക്കൊരു ഫാക്ടറി സെറ്റപ്പ് തന്നെ വേണ്ടി വരും. നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ബിസിനസ് പോലെ ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.